കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തത്. ക്ഷീരസംഘങ്ങളിൽ നിന്ന് വാങ്ങുന്ന കാലിത്തീറ്റയ്ക്ക് ജനറൽ വിഭാഗത്തിന് 50%, SC വിഭാഗത്തിന് 75% സബ്സിഡി നിരക്കിലാണ് 16 ചാക്ക് കാലിത്തീറ്റ വീതം ഒരു കർഷകന് നൽകിയത്. ജനറൽ വിഭാഗത്തിന് പദ്ധതിയിൽ 10 ലക്ഷം രൂപയും SC വിഭാഗത്തിന് പദ്ധതിയിൽ 2.5 ലക്ഷം രൂപയുമാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണത്തിന്റെ ഉദ്ഘാടനം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷീരസംഘങ്ങളിൽ പാൽ അളക്കുന്ന കർഷകർക്കാണ് നമ്മൾ സബ്സിഡി അനുസരിച്ച് നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നത്. ജനറൽ കാറ്റഗറിയിൽ 50%, അതായത് 650 രൂപ വരെ സബ്സിഡിയും, പട്ടികജാതി വിഭാഗത്തിൽ 75%, 980 രൂപ വരെ സബ്സിഡിയിലുമാണ് നമ്മൾ കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. നമ്മൾ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഈ വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ ജനറൽ കാറ്റഗറിയിൽ, 2.5 ലക്ഷം രൂപ പട്ടികജാതി വിഭാഗത്തിലുള്ള കർഷകർക്കും ആണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെറ്ററിനറി സർജനാണ്, സീനിയർ വെറ്ററിനറി സർജനാണ് തോമസ് മാത്യു. പഞ്ചായത്ത് അംഗം എസ് നസീം അധ്യക്ഷത വഹിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റ് കെ ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓച്ചിറ ചന്ദ്രൻ, ക്ഷീരസംഘം സെക്രട്ടറി അപർണ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കാപ്പിൽ ക്ഷീരസംഘത്തിൽ വെച്ചായിരുന്നു ഈ പദ്ധതി നിർവഹിച്ചത്. അവിടെ പോയി നമ്മുടെ കർഷകർക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടുതൽ കാര്യങ്ങളാണ് ക്ഷീര കർഷകർക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ കാലിത്തീറ്റ സബ്സിഡി, അതുപോലെ തന്നെ പഞ്ചായത്ത് തന്നെ ചെയ്യുന്ന പരിപാടി. ഡയറി ഫാം ഇൻസ്ട്രക്ടർ അഖിൽ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. പാലിന് സബ്സിഡി പദ്ധതിയിൽ സംഘത്തിലിളക്കുന്ന പാലിന് 3 രൂപ വെച്ച് പരമാവധി 40,000 രൂപ ലഭിക്കുന്ന പദ്ധതിയും ജനറൽ SC വിഭാഗങ്ങളിലായി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.